ഷെഫിൽ തന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നു ഞാൻ മീറ്റ് വെള്ളത്തിൽ ഇട്ടപ്പോ? അതെ, അതെന്താ സംഭവം? എന്താ എടാ, നമ്മള് മീറ്റ് എന്തിനാ വെള്ളത്തിൽ ഇടുന്നത്? നീ അതിന്റെ ഐസ് കളയാൻ വേണ്ടിട്ടല്ലേ? അതിന് പറയുന്ന പേരാണ് തോവിങ്. ഓക്കെ, തോവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു സാധനത്തിനെ അതിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഐസ് കളഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് അല്ലെ. സേഫ് തോയിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ മെത്തേഡ് ഉണ്ട്, റണ്ണിങ് വാട്ടറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, മൈക്രോവേവ് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. റെഫ്രിജറേറ്റർ മെത്തേഡിൽ വളരെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ തോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സാധനത്തിന് ഒന്നുകിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയില് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ നമ്മൾ ഒരിക്കലും റെഫ്രിജറേറ്ററിന്റെ മുകളിലത്തെ ഭാഗത്ത് ഒരിക്കലും നമ്മൾ ഈ മീറ്റിനെ അല്ലെങ്കിൽ സീ ഫുഡിനെ നമ്മൾ വെക്കാൻ പാടില്ല. കാരണം ഇത് മെൽറ്റ് ആകുമ്പോഴത്തേക്കിന് അതിൽ നിന്നുണ്ടാകുന്ന വാട്ടറിന്റെ ഡ്രോപ്സ് താഴെ ഇരിക്കുന്ന ഫുഡിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ അത് ക്രോസ് കണ്ടാമിനേഷന് കാരണമായിട്ട് തീരും. ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് ബിറ്റ്വീൻ 1 and 5 ഡിഗ്രിയിലാണ് നമ്മൾ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കറിയാം ഫുഡ് എപ്പോഴും ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത് ബിറ്റ്വീൻ 5 and 60 ആണ്. അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്ററിൽ ബിറ്റ്വീൻ 1 and 5 നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്കിന് ഫുഡിനെ നമുക്ക് സേഫ് ആയിട്ട് തോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വൺസ് നമ്മൾ ഇത് തോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 or 4 days നമുക്കിതിനെ ആ റെഫ്രിജറേറ്ററിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇൻ കേസ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും നമുക്ക് ഡീപ് ഫ്രീസറിലേക്ക് നമുക്ക് അതിനെ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അടുത്തത് കോൾഡ് വാട്ടർ മെത്തേഡാണ്. കോൾഡ് വാട്ടർ മെത്തേഡിൽ നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സാധനം നമ്മൾ വെക്കുമ്പോഴത്തേക്കിന് എപ്പോഴും സീൽഡ് ആയിട്ടുള്ള ഒരു പാക്കിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും വെള്ളം ഇതിനകത്തേക്ക് കയറും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി 30 minutes വി ഹാവ് ടു ചേഞ്ച് ദിസ് വാട്ടർ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ പറഞ്ഞ റെഫ്രിജറേറ്റർ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ നമുക്ക് ഈ രീതിയിൽ നമ്മൾ തോ ചെയ്തെടുക്കുന്ന സാധനം നമുക്ക് അധിക ദിവസം റെഫ്രിജറേറ്ററിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന മെത്തേഡില് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തോ ചെയ്തെടുക്കാനായിട്ട് വരുന്നുണ്ട്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് മൈക്രോവേവിനെ നമ്മൾ ഡീഫ്രോസ്റ്റ് മോഡിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് മീറ്റ് വെച്ചിട്ട് നമ്മൾ മൈക്രോവേവിൽ ചെയ്യുമ്പോഴത്തേക്കിന് വലിയ ക്വാണ്ടിറ്റിയുള്ള മീറ്റുകളോ സീ ഫുഡുകളോ ഒന്നും നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. വളരെ ചെറിയ പോർഷൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എമർജൻസി സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. ഇത് ചെയ്യുമ്പോഴത്തേക്കിന് അൺഈവൻ ആയിട്ടുള്ള ഒരു തോയിങ് ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കുക്ക്ഡ് ആയിട്ട് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈവൻ ആയിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഈ രീതിയിൽ തോ ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടത്തുമില്ല. അതുകൊണ്ട് കഴിവതും ഈ രണ്ടാമതും മൂന്നാമതും പറഞ്ഞ മെത്തേഡുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ റെഫ്രിജറേറ്റർ മെത്തേഡ് മാത്രം നമ്മൾ ചെയ്യുന്നതാണ് തോവിങ്ങിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് മോനെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്, അല്ലാതെ നിന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. മനസ്സിലായില്ലേ?